നമസ്കാരം. സ്വർണ്ണ വായ്പയിലെ തിരിച്ചടവ് രീതിയിൽ മാറ്റം വരുത്താൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. സ്വർണ്ണ പണയ വായ്പാ വിതരണം കുത്തനെ കൂടുകയും അതേസമയം ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം എന്നാണ് ഇക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വർണ്ണ പണയ വായ്പയിലെ തിരിച്ചടവിന് പ്രതിമാസം EMI സൗകര്യം ഏർപ്പെടുത്തിയേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. RBI നേരത്തെ തന്നെ സ്വർണ്ണ വായ്പ വിതരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതോടെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ അമോർട്ടൈസേഷൻ പ്ലാനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനായി വായ്പ പുനരാരംഭിച്ചാൽ ഉടൻ സ്ഥാപനങ്ങൾക്ക് ഉപഭോക്താക്കളോട് പലിശയും മുതലും തുല്യമായ പ്രതിമാസ തവണകളായി അടയ്ക്കാൻ, അതായത് EMI ആയി അടയ്ക്കാൻ ആവശ്യപ്പെടാം. EMI സംവിധാനം മാത്രം അനുവദിക്കുന്നതോടെ സ്വർണ്ണ പണയ വായ്പകൾ പൂർണ്ണമായും ടേം ലോണായി മാറും എന്നതാണ് പ്രത്യേകത. ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇത് തിരിച്ചടി തന്നെയാകും. EMI വരികയാണെങ്കിൽ പ്രോസസ്സിംഗ് ഫീ, മറ്റ് ഹിഡൻ ചാർജുകളടക്കം വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുകയെന്നാണ് ഇത്തരത്തിൽ സാധാരണക്കാർ ആശങ്കപ്പെടുന്നത്. നിലവിൽ ഭൂരിഭാഗം പേരും അവസാന നിമിഷം സ്വർണം പുതുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ പണയപ്പണ്ടം തിരിച്ചെടുക്കുകയോ ചെയ്യുന്നതാണ് പതിവ്. പലിശ മാത്രം അടച്ച ശേഷം മുതൽ അവസാന നിമിഷം അടയ്ക്കുക, ബുള്ളറ്റ് പേയ്മെന്റ് സൗകര്യം ഉപയോഗിച്ച് പലിശയും മുതലും അവസാന നിമിഷം ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുക എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത്. ഇത് വലിയ ആശ്വാസമായിരുന്നു സാധാരണക്കാർക്ക് നൽകിയിരുന്നത്. എന്നാൽ ഈ രീതിയെല്ലാം മാറി പൂർണ്ണമായും EMI എന്ന നിലയിലേക്ക് സ്വർണ്ണ പണയ വായ്പകൾ മാറും എന്നാണ് അറിയുന്നത്. മാത്രമല്ല, വായ്പ നൽകുമ്പോൾ സ്വർണം ഈട് നേടുന്നതിന് പുറമെ ഇടപാടുകാരൻ്റെ തിരിച്ചടവ് ശേഷിയും ധനകാര്യ സ്ഥാപനങ്ങൾ പരിശോധിക്കും. ഇതിനായി ക്രെഡിറ്റ് സ്കോർ അഥവാ സിബിൽ സ്കോറൊക്കെ ഒരുപക്ഷെ നോക്കിയെന്നിരിക്കും. അതനുസരിച്ചായിരിക്കും എത്ര ശതമാനം പലിശ ഈടാക്കുമെന്നും അതുപോലെ തന്നെ പണയം എടുക്കണമോ അതനുസരിച്ച് പണം എത്ര നൽകണമെന്നൊക്കെ നിശ്ചയിക്കുക. അതായത് ഈട് വസ്തുവായി സ്വർണമുള്ളത് കൊണ്ട് മാത്രം വായ്പ ലഭിച്ചെന്ന് വരില്ല. ചുരുക്കി പറഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയും കൂടെ നോക്കിയിട്ട് മാത്രമേ സ്വർണ്ണ പണയത്തിലൂടെ പണം ലഭിക്കുകയുള്ളൂ എന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സെപ്റ്റംബർ 30 പുറത്തിറക്കിയ സർക്കുലറിലാണ് സ്വർണ്ണാഭരണങ്ങൾക്ക് വായ്പ നൽകിയതിലെ ക്രമക്കേടുകൾ RBI ചൂണ്ടിക്കാട്ടിയത്. സ്വർണ്ണ വായ്പകളുടെ ഉറവിടം, മൂല്യനിർണ്ണയം, സൂക്ഷ്മത, അന്തിമ ഉപയോഗ നിരീക്ഷണം, ലേല സുതാര്യത, ലോൺ ടു വാല്യൂ അതായത് LTV അനുപാത നിരീക്ഷണം, റിസ്ക് വെയ്റ്റുകളുടെ പ്രയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്. സെപ്റ്റംബർ 30 വരെ 1.4 ലക്ഷം കോടി രൂപ ജ്വല്ലറി വായ്പയായി ബാങ്കുകൾ വിതരണം ചെയ്തു എന്നാണ് RBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പണയ വായ്പകളിൽ പരമാവധി 20,000 രൂപയെ ഇടപാടുകാരന് പണമായി കയ്യിൽ നൽകാവൂ എന്നാണ് പറയപ്പെടുന്നത്. അതിലും കൂടുതൽ തുക ഡിജിറ്റലായി വേണം കൈമാറേണ്ടത്. എന്തായാലും സമൂലമായ മാറ്റങ്ങൾ ഉടൻ തന്നെ സ്വർണ്ണപ്പണയത്തിന്മേൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.